അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലേ. കരുവാരകുണ്ട് എന്നുള്ള ഷോറൂമിൽ നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ 2-3 വീഡിയോകൾ കണ്ട് കൊച്ചിയിൽ നിന്നുള്ള വീഡിയോ ആണ്. എന്നും വീഡിയോ ഉണ്ട് ഇപ്പോൾ അല്ലേ. ചിലപ്പോൾ ചില ദിവസങ്ങൾ രാവിലെ ഇവിടുത്തെ വീഡിയോ, വൈകുന്നേരം അവിടുത്തെ വീഡിയോ ഒക്കെ ഇനി കാണും. വീഡിയോ ഒക്കെ ഇറങ്ങിയ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് കരുവാരകുണ്ടത്തെ വീഡിയോ ആണ്. ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് ഒരു മുത്തുമണി ഷിഫ്റ്റ് അല്ലേ. കളറ് മാഷാല്ലാ അടിപൊളി ലുക്ക് ആയിക്കണം. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല. ഒന്ന് പിറ്റേന്ന് തന്നെ കസ്റ്റമർ ബുക്ക് ചെയ്താണ്. ആള് ഗൾഫിലാണ്. മക്കളാരെ വരുന്നുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇന്ന് ഡെലിവറി കൊടുക്കാണ്. ഇന്ന് 2 ഡെലിവറി ഉണ്ട് അല്ലേ? 3 ഉണ്ട്. അപ്പൊ പെരുന്നാളായിട്ടില്ല ഡെലിവറികളാണ്. പെരുന്നാൾക്ക് അങ്ങനെയാണ്. പെരുന്നാൾ അടുപ്പിച്ച് നമുക്ക് ഒന്നും അടുപ്പിച്ച് 3-4 ഡെലിവറികൾ ഉണ്ടാവും. അപ്പൊ 3 ഉണ്ട്. നാളെ അതേമാതിരി 2-3 ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് 28-ാം തീയതി 29-ാം തീയതി നമ്മൾ സഫാരി കാർസിന്റെ എല്ലാ സ്ഥാപനങ്ങളും ലീവാണ് അല്ലേ. പെരുന്നാൾക്ക് വരെ ചെറുനാൾക്ക് നമ്മൾ ഡെലിവറി ഉണ്ടായിരുന്നു. ലീവ് നിർബന്ധമാണ്. കാരണം പെരുന്നാൾ ദിവസം നമ്മൾ ഡെലിവറി കൊടുത്തു. അന്താ പള്ളിയിൽ പോയി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഓടിക്കണേ. അപ്പൊ ഇന്ന് ഉമ്മ പ്രത്യേകം പറഞ്ഞേ ഇനി പെരുന്നാൾക്കുള്ള ഒരു പരിപാടിക്കൊന്നും നിൽക്കണ്ടെന്ന് അല്ലേ. ഇതെന്താണ് സംഭവം? ഇത് പിന്നെ ഇത് ഓരോ വണ്ടിയിലൊക്കെ വെച്ച് വെക്കലുണ്ട് അല്ലേ. സർവീസുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ഥാപനത്തിന്റെ ചെറിയൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നു. കരുവാരകുണ്ടിലെ വ്ളോഗാണ്. ഇവിടെ നല്ല വെയിലാണ്. ചില്ലറ വെയിലല്ല, പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കണല്ലേ. നല്ല വെയിലാണ്. കൊച്ചിക്കാർക്ക് ഇവിടെ വന്നാലുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഞങ്ങളിവിടെ സെറ്റാണ് അല്ലേ. പക്ഷേ വേറെ ഒന്നുണ്ട്, 4 മണി കഴിഞ്ഞാൽ അവിടെ നല്ല മഴയുണ്ട്. നല്ല മഴ ഉണ്ട്, നല്ല കാലാവസ്ഥ ഉണ്ട് അല്ലേ. പിന്നെ വേറൊരു കാര്യം കാണിക്കാല്ല എന്താ വെച്ചാല് നമ്മൾ ഈത്തപ്പഴം കഴിഞ്ഞ വീഡിയോയിലേ വ്ളോഗിൽ ഈത്തപ്പഴം നമ്മൾ കായ്ച്ചു എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. നാട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവോ, അത് പിന്നെ നിലനിൽക്കുമോ, അത് പഴുക്കുമോ, അത് കഴിക്കാൻ പറ്റുമോ? അതായത് 1-2 ആൾക്കാർ എന്നോട് നേരിട്ട് ചോദിച്ചിരുന്നു. പക്ഷേ ഇത് അത്ഭുതമാണ് അല്ലേ. ഒരു ഈത്തപ്പഴം മാത്രം ഇങ്ങനെ അത് മാത്രമല്ല, ഇത് നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞാലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരെ സന്തോഷം എത്ര ഉണ്ടാവുന്നു അതാണ്. പക്ഷെ ഇതിൽ കൈയിടുമ്പോൾ ഇതിനെ ഈത്തപ്പഴത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. മുള്ളു ഭയങ്കര മുള്ള പറിച്ചല്ലേ. പറിച്ച കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാണ്ട്. ഇതൊറ്റന്നോ ഇതിമെന്ന് അങ്ങനെ എല്ലാവർക്കും മട കൊടുക്കണേ. ഇത് എന്തായാലും മിഞ്ഞാന്ന് 3-4 ദിവസമായിട്ട് ഇതിന് കാവലാണല്ലേ. അപ്പോൾ പറയണം ഞാൻ വന്നു പറിച്ചു. ഇനി വേണ്ട ഇതന്നെ ഊരിയേക്കാൻ പറ്റുമോ നമുക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കിത് തിന്നു നോക്കാം എങ്ങനെയുണ്ട്. ഈ ഈത്തപ്പഴം നമ്മൾ ഇല്ലേ നമ്മുടെ നാട്ടിൽ നമ്മളെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. നല്ല ചമർപ്പ്, മധുരമൊന്നുമില്ല. പക്ഷെ എത്ര ഉള്ളു സാധനം അല്ലേ. അപ്പോൾ നല്ല ഈത്തപ്പഴം ഉണ്ടായില്ല. അടുത്ത കൊല്ലം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. പിന്നെ കൊടുക്കാം എല്ലാവർക്കും ഈത്തപ്പഴം കഴിക്കും. വരി ചമർപ്പാണെങ്കിലും ഈത്തപ്പഴം എല്ലാവർക്കും ഓരോരോ പൊട്ടിച്ചത് നല്ല മധുരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കരുവാരകുണ്ട് യാർഡിനുള്ള വ്ളോഗുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഒരു വാഹനം കാണിച്ചു കൊടുത്തിട്ട് നിർത്താം. ഏതാ കാണിക്കാം? കിയ കാരൻസ് 7 സീറ്ററിൽ ഡീസലില് IMT. ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് 13,990 കൊടുക്കാം. പുതിയ വണ്ടിക്ക് എത്ര വില ഉണ്ട്? 19,85. 19,85,000 വിലയുള്ള വണ്ടി 13,85. ആകെ കിലോമീറ്റർ ഓടിയത് 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർ. അത്യാവശ്യം നല്ല ഡിപ്രസിയേഷനിൽ ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള വണ്ടി കേട്ടോ. ബ്ലാക്ക് കളറിൽ തന്നെ അടിപൊളി വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി തന്നെ ബ്ലാക്കിൽ ZXi CNG വരുന്ന ബ്രസ ഉണ്ട്. ഒരുപാട് ആൾക്കാർ എൻക്വയറിയിലൊരു വണ്ടിയാണ് CNG ബ്രസ. ബ്ലാക്കിൽ അതേമാതിരി തന്നെ നല്ലൊരു ക്രറ്റീം വന്നിട്ടുണ്ട്. അങ്ങനെ ബ്ലാക്കിൽ കുറച്ച് വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബ്ലാക്ക് അൾട്ടീസ് ഉണ്ട്. ഇത് ബ്ലാക്ക് അല്ല, ഇത് ഗ്രേ ആണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര വാഹനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ചെറിയൊരു വ്ളോഗ് എടുത്തതാണ്. ഞങ്ങൾ ആ ലീവിന്റെ അപ്ഡേഷൻ തരാൻ വേണ്ടി വന്നതാണ്. എന്തായാലും 28-ാം തീയതി 29-ാം തീയതി ആരും വന്നിട്ട് കാര്യമില്ല. ഷോറൂമിൽ ലീവാണ്. കാരണം ഇതിനായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ചെറിയ വിശേഷങ്ങൾ പങ്കുവെച്ചെന്നുള്ളൂ. കാരണം കഴിഞ്ഞ എന്താ പറഞ്ഞ പോലെ പെരുന്നാൾ ദിവസം വരെ ഡെലിവറി ഉണ്ട്. കാരണം നമുക്കും ലീവ് വേണം. അതേപോലെ ചോദിക്കുന്നുണ്ട് കസ്റ്റമർ പെരുന്നാൾക്ക് ഡെലിവറി വെച്ചിട്ട് പെരുന്നാൾക്ക് ലീവിന് വരുന്ന ആളുണ്ട്. അപ്പോൾ ആൾക്ക് ഡെലിവറി തരുമെന്ന്. പക്ഷേ നമ്മൾ ടീം മെമ്പേഴ്സിന് ഒരു ലീവ് വേണം. ഇല്ലെങ്കിൽ ഒരു അല്ലേ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ ഡെലിവറി വിശേഷങ്ങളൊക്കെ വീഡിയോൻ്റെ ബാക്കിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കാണിക്കാം അല്ലേ. താങ്ക് യു. അപ്പോൾ അങ്ങനെ നമ്മൾ വ്ളോഗ് അവസാനിക്കാൻ നിൽക്കുമ്പോഴാണ് സ്വിഫ്റ്റിനുള്ള കസ്റ്റമർ വന്നു അല്ലേ. എന്താ പേര്? നിബ്ഹാൻ. നിങ്ങളുടെ പേര്? അദ്നാൻ.
ഇബ്രാഹിം എവിടെ വീട്? മലപ്പുറം അല്ലേ? വണ്ടി കണ്ടീനോ? വണ്ടി ഫോട്ടോയിൽ കണ്ടീനു. ആദ്യമായിട്ട് കാണാണല്ലേ? അവിടുന്ന് വിളിച്ചാണ്ട് ബുക്ക് ചെയ്താണ്. ആണല്ലേ? ഓൺലൈനിൽ ബുക്ക് ചെയ്താണ്. ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടോ കണ്ടിട്ടോ അതാക്കിയിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഫോട്ടോ അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് ഡോർ ഇപ്പൊ തുറന്നിട്ടില്ല, ഞാൻ നേരെ പിടിച്ചെടുത്തിട്ട് വേഗം ചായ കൊടുത്ത് ഞാൻ പോവാണ്. ഇന്ന ഒരാൾ കാത്തിക്കുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷം സഫാരി കാർസിൽ വന്നതിനും നമ്മളെ ചൂസ് ചെയ്തതിനും നമ്മളിൽ അർപ്പിച്ച വിശ്വാസത്തിനും. അപ്പോൾ ഉപ്പാനോട് പ്രത്യേകം പറയണം, നമ്മളെന്നും കൂടെ ഉണ്ട്. എന്താ സഫാരി കാർസിനെ കുറിച്ച് പറയാല്ലേ? വീഡിയോ കാണലുണ്ടോ? ഇവന്റെ കോളേജിലത്തെ ഫ്രണ്ട്സ് എല്ലാം സഫാരി കാർസ് മലപ്പുറം പറഞ്ഞപ്പോൾ ഭയങ്കര ഇംപ്രസ് ആയി. അല്ലേ? താങ്ക് യു. എല്ലാവരോടും അന്വേഷണം പറയണം ഇവന്റെ കോളേജ് ഫ്രണ്ട്സിനോട്. താങ്ക് യു അല്ലേ?